വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്. തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പായപ്പോൾ സമനില തെറ്റിയ CPM എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഇവർക്ക് നേതാക്കന്മാരാരുമില്ല, അല്ലെ നേതാക്കന്മാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം തിരിച്ചടിയായി, എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമ്പോഴുള്ള പ്രതിരോധത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണോ പ്രതിരോധം നടത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ കേരളത്തിലെ 19 നിയോജക മണ്ഡലത്തിലും ഇല്ലാത്ത കാര്യങ്ങളാണ് വടകരയിൽ ഉണ്ടായത്. വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന് കരുതിക്കൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയ മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്നത്. ജനങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ചാണ് പുറത്തു കാട്ടിയത്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഇങ്ങനെ ഇളകി മറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. എനിക്കിത് പറയാനുള്ള അവസരം വേദി കൂടിയാണ്. ഞങ്ങളെല്ലാം വിസ്മയഭരിതരായിട്ടാണ് ഈ വടകരയിൽ ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് ഇറങ്ങിയ അന്ന് മുതൽ 6-ാം തീയതി വൈകുന്നേരം 6 മണി വരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പഴയ കാലത്തും പുതിയ കാലത്തും ഒരു കാലത്തും ഉണ്ടാകാത്ത വിസ്മയകരമായ ജനപ്രവാഹവും ജനക്കൂട്ടവുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഷാഫിയെ മുമ്പിലിരുത്തിക്കൊണ്ട് പറയാൻ എനിക്ക് ചെറിയ അസൂയുണ്ട്. കേരളത്തിൽ ഞാനും 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. ഈ സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ജനകീയമായ അംഗീകാരമാണ് ഷാഫി പറമ്പിൽ കിട്ടുന്നത്. ഞങ്ങളൊക്കെ മത്സരിച്ചതാ. ഞാനിതേ സലാമിക്ക, പാറക്കൽ അബ്ദുള്ള, നിയാസ്, പ്രവീൺ, ഞങ്ങളൊക്കെ മത്സരിച്ചതാണ്. ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. സങ്കടത്തിൽ ഞാൻ പറയണേ, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് ചില സമയത്ത് തോന്നി ഇവനിങ്ങോട്ട് വിടണമായിരുന്നു. അതുപോലുള്ളൊരു ജനകീയ അംഗീകാരമാണ്. നമുക്ക് അസൂയ തോന്നിയാൽ പിന്നെ അവന്മാർക്ക് തോന്നാതിരിക്കും, തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അതിലേക്ക് ഒരു പരിധിയുണ്ട്. ആദ്യം ചെയ്തതെന്താ ഷാഫിയോട്? ആദ്യം ചെയ്തത് ഇവർക്ക് ഈ വെട്ടുക്കിളിക്കൂട്ടം, കടന്നൽ കൂട്ടമൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവരതാണ്. ആദ്യം തെരഞ്ഞു പിടിച്ച് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളോട് മാത്രം ഒരു മെസ്സേജ്. ശ്രീ സിദ്ദിഖ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ആദ്യം ഒരു സമുദായത്തിലേക്ക് മാത്രം ഒരു മെസ്സേജ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആളുകളോട്. ഷാഫി പറമ്പിൽ മുസ്ലിം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന ആളല്ല. മുസ്ലിം വിഷയങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി പട നയിച്ച ആളല്ല. അതിൻ്റെ മുൻപിൽ നിന്ന ആളല്ല. അതാണ് അത് ആദ്യം ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള മെസ്സേജാണ്. നമുക്കറിയാലോ, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പൊ രണ്ടാമതാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ അല്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദൈവദശകം, ശ്രീനാരായണ ഗുരുദേവനെ എഴുതിയതാണ് ദൈവദശകം, എനിക്ക് കാണാതെ അറിയാം. ആ ദൈവദശകം കേൾക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിന്നു അത് കേട്ടുകൊണ്ട്. അത് ജാതിക്കും മതത്തിനും എല്ലാം എതിരായി കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കിയ ഗുരുദേവന്റെ പ്രാർത്ഥനാഗീതമാണ്. അത് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ഒന്നുമല്ല. ഗുരുദേവൻ എല്ലാ ജാതിക്കും എല്ലാ മതത്തിനും മീതയായി കേരളത്തിൽ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി പോരാടിയ നായകനാണ്, സാമൂഹ്യ നവോത്ഥാന നായകനാണ്. അതിൻ്റെ മുന്നിൽ ഏതു മലയാളിയും അതിൻ്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിൽക്കും. ആ പടം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇയാൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ്, മുനാഫികൻ.
എന്ന് പറഞ്ഞ് മുസ്ലിം വീടുകളിലേക്കുള്ള പ്രചരണമാണ്. വിഗ്രഹാരാധന. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദൈവദശകം കേട്ട് നിന്നതിന്റെ പേരിൽ ഇയാൾ മുനാഫിക്കാണ്, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇവർ പ്രചരണം നടത്തി. വീടുകളിലേക്ക്, മുസ്ലിം വീടുകളിലേക്ക്, ആ മുസ്ലിം അംഗങ്ങളുടെ വീടുകളിലേക്ക് ഇവർ മെസ്സേജ് കൊടുത്തു. ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വേറൊരു ഘട്ടത്തിലേക്ക് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നാട് മുഴുവൻ ഇളകി മറിഞ്ഞ എല്ലാവരും സ്ഥാനാർത്ഥിയെ കാണാൻ, പ്രിയങ്കരനായ ഷാഫി പറമ്പിലിനെ ഒരു നോക്ക് കാണാൻ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ കാത്തുനിന്ന ഒരു അവസരത്തിലേക്ക് അത് ഉയർന്നു. അപ്പോഴാണ് അശ്ലീല വീഡിയോ രംഗപ്രവേശം ചെയ്യുന്നത്. ഗദ്ഗത കണ്ടയായി നമ്മുടെ സ്ഥാനാർത്ഥി ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ്, എനിക്കെതിരായി അശ്ലീല വീഡിയോ ഇറക്കി ആരാ? ഷാഫി പറമ്പ്. അയാൾക്കൊരു ഉമ്മയില്ലേ? വികാരഭരിതമായ ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ഞെട്ടി. ഒരു സ്ത്രീ, അത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീക്കെതിരായി അശ്ലീലോ വീഡിയോ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ മാത്രം ഞെട്ടിയില്ല. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ ആഴ്ച ഇതുപോലെ മന്ത്രിയായ പി രാജീവ് എന്നൊരു ആരോപണം ഉന്നയിച്ചു. അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി. അതുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ്. എൻ്റെ പണി ഇതാണല്ലോ, അശ്ലീല വീഡിയോ ഉണ്ടാക്കല്ലേ. അപ്പം ഞാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്നൊരു റെസ്റ്റ് ചെയ്യണ ഒരു മുറിയുണ്ട്. അതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ക്യാമറ വെച്ചവന്മാരാണ് അവന്മാർ, CPM-കാർ. അപ്പൊ അവന്മാർ എന്തും ചെയ്യാൻ മടിക്കില്ല. പോലീസ് അന്വേഷിച്ചാൽ ഒരു CPM-കാരനെ കണ്ടെത്തും, പോയി പണി നോക്കാൻ പറയും. പിന്നെ അതുമായിട്ട് ഓടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇതുവരെ ആ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയവന് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഇയാൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അശ്ലീല വീഡിയോ. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോഴേ, ഇത് ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ടാണല്ലേ ഷാഫി അല്ലേ ഈ അശ്ലീല വീഡിയോ വരുന്നത്. അപ്പൊ ഞങ്ങൾ പാനൂര് ബോംബ് സ്ഫോടനത്തിനെതിരായി നമ്മുടെ ഒരു പ്രതിഷേധ യോഗം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞാലി സാഹിബിനോടൊക്കെ സംസാരിച്ചിട്ടാണ് പറഞ്ഞത്, ഒരു കോൺഗ്രസ് അല്ല UDF-ൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കും. ഞാൻ ഗ്യാരണ്ടി. ആരാന്ന് പറഞ്ഞോ? ഈ അശ്ലീല വീഡിയോ കാണിച്ചു വന്നു. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഞാൻ ആ അശ്ലീല വീഡിയോ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു. സാധാരണ പരാതി കൊടുക്കുമ്പോൾ ആ മാർച്ച് 27-ാം തീയതി കൊടുത്താണ്. എന്നിട്ട് വീണ്ടും പറയുന്നത് ഇത് ഏപ്രിൽ 15-നാണ്. മാർച്ച് 27-ാം തീയതി കൊടുത്ത പരാതി ആർക്കാ കൊടുത്തത്? മോഹനൻ മാഷിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരായി ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പരാതി കിട്ടിയിട്ട് ഇയാൾ എന്ത് മടക്കി വെച്ചോ? 3 ആഴ്ചക്കാലം. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണവും നടത്താതെ അവസാനത്തെ ആഴ്ചത്തേക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി വന്നിത് വികാരപരിതയായി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും കണ്ടിട്ടില്ല ഈ വീഡിയോ. അതുകൊണ്ട് എവിടെയാണ് വീഡിയോ എന്നൊന്ന് കാണിച്ചു തന്നാൽ, ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം നടപടി ഗ്യാരണ്ടി. പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, എവിടെയാണ് വീഡിയോ? അപ്പൊ സ്ഥാനാർത്ഥിയുടെ മനോഹരമായ മറുപടി, എവിടെയാണ് വീഡിയോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെ വീഡിയോ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കാലമാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഒരുമിച്ച് കാണിക്കും TV-യിൽ. അത് മറന്നുപോയി. ഇനി TV-കാർ കാണിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപ്പം കാണിക്കും പറഞ്ഞതും പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വീഡിയോ ഇല്ല. അല്ല, അങ്ങ് ഭയങ്കര വികാരഭരിതയായി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനത് ഗദ്ഗത കണ്ടയായതല്ല, അന്ന് പൊടി അടിച്ചുകൊണ്ടുള്ള ഒരു തൊണ്ടയ്ക്കൊരു പ്രശ്നമാണ്. മാറ്റി പറയാണ്. അത് പറയാ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പോസ്റ്റർ എന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വീഡിയോ പോട്ടെ, ആ പോസ്റ്റർ, അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ച. ഞങ്ങൾ കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകരായി ഇവർ കണ്ടിട്ടില്ല, പോലീസിന്റെ കയ്യിലില്ല, ആരുടെയും കയ്യിലില്ല. ആരും കാണാത്ത ഒരു പോസ്റ്റർ, അശ്ലീല പോസ്റ്റർ എങ്ങനെ ഇറങ്ങി? അപ്പൊ ഇനി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അശ്ലീല പോസ്റ്റർ. രണ്ടാമതേ ഉണ്ടാക്കരുത്, കാരണം ഒരു PR ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമില്ല, അത് ചീറ്റിപ്പോയി. പാനൂരിലെ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി
ഇത് കയ്യിലിരുന്ന് ചീറ്റി. ഏത് സാധനം? ഈ അശ്ലീല വീഡിയോ സാധനം. അപ്പോഴാണ് വീണ്ടും വർഗീയ വികാരമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണം. എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ചു. ആര് വിളിച്ചു? ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനാണ് അതുണ്ടാക്കിയതെന്ന് ആക്ഷേപം ഉന്നയിച്ചു. അയാൾ ധൈര്യസമയം, ഞാൻ അയാളെ പേരൊന്നും പറയുന്നില്ല, ഞാൻ അയാളെ അഭിനന്ദിക്കുകയാണ്. ആ പ്രവർത്തകന് അയാൾ ധൈര്യവാനായി ധീരനായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊബൈൽ കൊടുത്തു. നോക്കിക്കോളാൻ പറഞ്ഞു. നിങ്ങൾ പരിശോധിക്കേ, പോലീസ് നോക്ക്, ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോ, കേസെടുത്തോളാൻ പറഞ്ഞു. പോലീസ് വിളിച്ചു പറഞ്ഞില്ലേ ഷാഫി? ആ യൂത്ത് ലീഗ് പ്രവർത്തകനെ വിളിച്ചു പറഞ്ഞല്ലോ. ഒന്നുമില്ലാന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി വന്നിട്ട് പറയാണ് എന്നെ കാഫർ എന്ന് വിളിച്ചു. ആര് വിളിച്ചു? ആരാ വിളിച്ചത്? ആരും വിളിച്ചിട്ടില്ല. അപ്പൊ അതെന്തിനാ? അതൊരു വർഗീയമായ വിഭജനം ഇവിടെ ഉണ്ടാക്കണം. സ്ഥാനാർത്ഥി വിളിച്ചെന്നാണ് അവർ പറഞ്ഞത്. സ്ഥാനാർത്ഥി എല്ലാവരുടെയും നിരീക്ഷണത്തിലല്ലേ. ഈ സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്ത് ഒരു ക്യാമറ ഇല്ലാത്ത, ഒരു വീഡിയോ ഇല്ലാത്ത സ്ഥലമുണ്ടോ? പിന്നെ രഹസ്യമായിട്ടാണോ കാഫർ എന്ന് വിളിച്ച്? ആരും കേൾക്കാതെ? സ്ഥാനാർത്ഥി പറയണമെങ്കിൽ പരസ്യമായിട്ട് പറയണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരുടെ ഗൂഢാലോചനയാണ്. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വിഭജനം ഉണ്ടാകണം ഇവരാഗ്രഹിച്ചു. അതിവരുടെ പാരമ്പര്യമാണ്. ഇവിടെ പാറക്കൽ അബ്ദുള്ള സംസാരിച്ചല്ലോ. കുറ്റ്യാടിയിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് ആ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ. ഇപ്പൊ പഴയ CPM നേതാവ് വേണു, അവിടെ ബാലകൃഷ്ണൻ അല്ലേ, പഴയ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അതിമനോഹരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ചു. CH കണാരൻ മത്സരിക്കുന്ന കാലം മുതൽ മേപ്പയൂരിൽ, പഴയ മേപ്പയൂരിൽ അന്ന് ഉള്ള കാലം മുതൽ CPM നടത്തുന്ന പരീക്ഷണങ്ങൾ, വർഗീയ വിഭജനമുണ്ടാക്കി ആളുകളെ രണ്ട് ചേരിയിലാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ. അപ്പൊ ഞങ്ങളെല്ലാം ഇരുന്ന് ചിന്തിച്ചു, ഇതെന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക? അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പറയണം, തെരഞ്ഞെടുപ്പ് കയ്യിൽ നിന്ന് പോയി, പിന്നെ എന്തിനാ ഇത് പറയുന്നത്? അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ഈ പോക്ക് പോയ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എത്ര നിയമസഭാ സീറ്റുകൾ UDF ജയിക്കുമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത്. ഇത് നിയമസഭ, ഇത് ഷാഫി പറമ്പിലിനെ ഉദ്ദേശിച്ചോ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചല്ല. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ നാട് ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗിച്ചു. പ്രധാനമന്ത്രി ഇവിടെ ബാലൻസ് പോയാറിയല്ല, 400 സീറ്റുമായി അധികാരത്തിൽ വരും, മോദി അധികാരത്തിൽ വരുമെന്ന് പുള്ളി തന്നെ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് അവസാനം 300ആയി. തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, BJP പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലും വരും അധികാരത്തിലെന്ന്. അങ്ങനെ പേടിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് അതുവരെയുള്ള മോഡി ഗ്യാരണ്ടിയും പോയി, എല്ലാ സാധനവും പോയി. രാജസ്ഥാനിലെ പ്രസംഗമാണ്. രാജസ്ഥാനിലെ പ്രസംഗത്തിൽ നുഴഞ്ഞു കയറ്റക്കാരാണ് മുസ്ലിങ്ങൾ അല്ലേ, കൂടുതൽ സന്താന ഉൽപാദനം നടത്തുന്നവരാണ് മുസ്ലിങ്ങൾ. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോട് പറയാണ്, അമ്മമാരെ, സഹോദരിമാരെ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളോട് ഈ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറയും. എന്നിട്ട് നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാവരും എടുത്ത് മുസ്ലിമിന് കൊടുക്കും. ആരാ പ്രസംഗിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ട് പറയാണ്, ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. എന്താ കണക്ക്? 2015 ആരോ പറഞ്ഞു ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കോൺഗ്രസിനുള്ളൊരു മറുപടിയുണ്ട്. 2011 സെൻസസ് ഉണ്ട്. 2011 സെൻസസിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അതിലേറ്റവും കൂടുതൽ ജനസംഖ്യ കുറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെയാണ്, 5.1%. ഹിന്ദുക്കളുടെ കുറയുന്നത് 3.2%. ഉള്ളൂ. ഗവൺമെന്റ് ഡോക്യുമെന്റ് എൻ്റെ കയ്യിലുണ്ട്, മുഴുവൻ ഡീറ്റെയിൽസ്, സെൻസസ് ഡീറ്റെയിൽസ് ആണ്. ഡെമോഗ്രാഫിക് സ്റ്റഡീസ് എന്ന് പറയും. ആ സെൻസസ് ഡീറ്റെയിൽസ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഔദ്യോഗിക കണക്കുകളെ വിസ്മരിപ്പിച്ച് പറയുകയാണ്. ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭൂരിപക്ഷത്തെ പേടിപ്പിക്കുകയാണ്, ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തി ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ്.
അതല്ലേ ഡൽഹിയിൽ നടക്കുന്നത് ഇപ്പോ. എല്ലാ പ്രസംഗങ്ങളും അത് തന്നെയാണ്, എല്ലാ പ്രസംഗങ്ങളും അത് തന്നെയാണ്. എന്റെ ചോദ്യം, ആ BJPയും ഈ വടകരയിലെ CPM-ഉം തമ്മിൽ എന്താ വ്യത്യാസം? അതാ ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. ആ BJPയും ഈ വടകരയിലെ CPM-ഉം തമ്മിൽ എന്ത് വ്യത്യാസം? രണ്ടുപേരും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. രണ്ടുപേരും ഒരേ അപ്രോച്ച്, ഒരേ രീതി, ഒരേ ആറ്റിറ്റ്യൂഡ്. ഇവിടെ ജാതി ഉണ്ടായിരുന്നോ, മതമുണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നോ കണ്ടിരുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു ദേശീയ തലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്താ കാഴ്ചപ്പാട്? ദേശീയ തലത്തിൽ വർഗീയ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം. അതാണ് ജനങ്ങളുടെ തീരുമാനം. കക്ഷി രാഷ്ട്രീയമെന്നെ ജാതി മത ചിന്തകൾ അതീതമായി ജനങ്ങളുടെ വികാരം അതായിരുന്നു. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം. ഞങ്ങൾ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളോട്. ആ വർഗീയ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താ? കോൺഗ്രസ് ഇല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താ? CPM ആണോ? 15 സീറ്റ് കേരളത്തിലും 2 സീറ്റ് തമിഴ്നാട്ടിലും 1 സീറ്റ് ത്രിപുരയിലും 1 സീറ്റ് രാജസ്ഥാനിലും മത്സരിക്കും. പിന്നെ ബംഗാളിലും ത്രിപുരയിലൊക്കെ മത്സരിക്കുന്നുണ്ട്. അതറിയാമല്ലോ. ഇപ്പൊ പിണറായി വിജയൻ തന്നെ ആ പ്രദേശത്തോട്ടൊന്നും പോവാതെ പുള്ളി ഇന്തോനേഷ്യയിൽ പോയിരിക്കുക, സിംഗപ്പൂര് പോയിരിക്കുകയാണ്, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാ പറഞ്ഞത്. ഇടതില്ലെങ്കിൽ. അപ്പൊ ഇടത് മത്സരിക്കുന്ന സ്ഥലത്ത് ഇടതിന്റെ ഈ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി പോകണ്ടേ? അദ്ദേഹം പോയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെയും സിംഗപ്പൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെയല്ല, അങ്ങോട്ട് പോയിരിക്കുക. അവിടെ ഏതാ ഇലക്ഷൻ നടക്കുന്നുണ്ടോ? പഞ്ചായത്തിലേക്ക്. അവിടെ നോക്കി പോയിരിക്കുകയാണ്, ഇവിടെ പോയിട്ടില്ല. അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ ആള് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പോയി. അപ്പൊ 10ഓ 18ഓ സീറ്റിൽ മത്സരിക്കുന്നവരാണോ വർഗീയ വിരുദ്ധ, പൊളിറ്റിക്കൽ വിരുദ്ധ പ്ലാറ്റ്ഫോം നയിക്കുന്നത്? അതോ കോൺഗ്രസ് ആണോ? അപ്പൊ മൈനസ്. നമ്മളതാ പറഞ്ഞത്. രണ്ടാമത് ഞങ്ങൾ പറയുന്നത്, ഈ കേരള സർക്കാരിനെതിരായ ജനവികാരം, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഈ സർക്കാരിനെതിരായ ജനങ്ങളുടെ അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും. നമ്മൾ പറഞ്ഞില്ലേ അതായിരിക്കും അലയടിക്കുന്നത്. മൂന്നാമതൊരു കാര്യം പറഞ്ഞു, CPM-ഉം BJPയും തമ്മിൽ അവിശുദ്ധമായ ബാന്ധവം കേരളത്തിലുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടി വന്നില്ല, അവര് തന്നെ തെളിയിച്ചില്ലേ അത്? ഞങ്ങൾ പറഞ്ഞു, ആദ്യം പറഞ്ഞതാരാ? BJP സ്ഥാനാർത്ഥികൾ അടിച്ചു കയറും. ഞാൻ TV-യിൽ നോക്കിയപ്പോ കണ്ണ് തിരുമ്മി. ഇത് ആരാ പറയുന്നത്? സുരേന്ദ്രനാണോ? അപ്പൊ സുരേന്ദ്രനല്ല പറയുന്നത്, LDF-ന്റെ കൺവീനർ ജയരാജനാണ് പറയുന്നത്. BJP കേരളത്തിൽ അടിച്ചു കയറും. പിറ്റേ ദിവസം അദ്ദേഹം പറയാണ്, BJP-യുടെ സ്ഥാനാർത്ഥികൾ നല്ല മിടുക്കന്മാരാണ്. LDF-ന്റെ കൺവീനർ പറയാ, CK പത്മനാഭൻ അല്ല പറഞ്ഞത്. BJP-യുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്ന്. കോഴിക്കോട് BJP-യുടെ സ്ഥാനാർത്ഥി ലഘുലേഖ ഇറക്കിയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി MT രമേശ് മിടുക്കനാണ് എന്ന് LDF കൺവീനർ തന്നെ സമ്മതിച്ചാണ്. അഭ്യർത്ഥനയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയുടെ കോഴിക്കോടത്തെ. ഇയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ആരോപണം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ആരും അന്തർധാര എന്നുള്ള വാക്ക് ഉപയോഗിച്ചു പോയി. ഒറ്റയാൾ. അന്തർധാര എന്ന് പറയുന്ന രഹസ്യമുണ്ട്. ഇത് രഹസ്യമല്ല, പരസ്യം. BJP നേതാക്കളും CPM നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പാണ് കേരളത്തിൽ ഒരുമിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, EP ജയരാജന്റെ വൈദേകം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി BJP-യുടെ കൂടി ഒരുമിച്ച് ബിസിനസ് പാർട്ണർഷിപ്പാണെന്ന് പറഞ്ഞു. രണ്ടുപേരും അന്ന് നിഷേധിച്ചു, ഇല്ലേ? ആദ്യം ജയരാജൻ പറഞ്ഞു, ഞാനത് നിഷേധിക്കുകയാണ്, എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് VD സതീശന് തന്നേക്കാമെന്ന്. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഓരോ പറ്റുന്നത്. ഞാൻ ഇത് വല്ല കള്ളപ്പണമാണ്, ഇനി അതെടുത്ത് നമ്മുടെ തലയിൽ വേണ്ടല്ല എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഷാഫി പറമ്പിൽ കൊടുക്കാതെ, ഓന് കടമായിട്ടിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അപ്പൊ എൻ്റെ മുഴുവൻ തെളിവ് ഔദ്യോഗിക തെളിവുകളുണ്ട്. ഞാൻ അല്ലാതെ ഒരു സാധനം പറയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയരാജൻ പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന്. സമ്മതിച്ചു. എനിക്ക് തരണ്ടല്ലേ? ശരിക്കും എനിക്ക് തരണ്ടല്ലേ? എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ അത് VD സതീശന് തന്നേക്കാം എന്ന് LDF കൺവീനർ മാധ്യമങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞാണ് കേരളത്തിൽ. തന്നോ? തന്നില്ല.
അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറയാണ്, എനിക്കും ജയരാജന്റെ കുടുംബവുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന്? ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ്, ഒരുമിച്ചാണെന്ന് ഞങ്ങളത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവസാനം ഇപ്പം എന്താ? അവസാനം വീണ്ടും വിവാദമായി. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ സന്ദർശിച്ചു. ഒരു വാർത്ത. EP ജയരാജന്റെ ആക്കുളത്ത് വീട്ടിൽ, വഴിയരികിലൊന്നുമല്ല, ഹൈവേയിലൊന്നുമല്ല, ആക്കുളത്ത് വീട്ടിൽ പോയി പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു. ആരാ പ്രകാശ് ജാവദേക്കർ? കേന്ദ്രമന്ത്രി ഒന്നല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ BJPയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന BJP നേതാവ്, എന്തൊരു പേരുണ്ടല്ല, പ്രഭാരി അല്ലേ? പ്രഭാരി അതാണ് നേതാവ്. ഞങ്ങളുടെ ചോദ്യം, എന്തിനാണ് ഈ പ്രഭാരിയെ, BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ആളെ ജയരാജൻ LDF കൺവീനർ അങ്ങോട്ട് പോയി കണ്ടത്, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്ന് കണ്ടത്? എന്തിനാ കണ്ടത്? എന്താ അവർ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം? എന്ത് കാര്യമാണ് നടന്നത്? അപ്പോൾ പിണറായി വിജയൻ വരാം. പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു ആദ്യം. പക്ഷെ നിങ്ങൾ എല്ലാവരും പിണറായി വിജയന്റെ വാചകം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാറും EP ജയരാജനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത്. അതിനൊരു രണ്ടാം ഭാഗമുണ്ട്. രണ്ടാം ഭാഗം എന്താ? പ്രകാശ് ജാവദേക്കറിനെ കണ്ടതിന് എന്താ കുഴപ്പം? ഞാനും എത്രയോ തവണ കണ്ടിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ. അപ്പൊ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ ഒരു കുഴപ്പമില്ല. ആരാ പറയണത്? പിണറായി വിജയൻ. എന്താ കാര്യം? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഈ പാവം പോയി കണ്ടത്. പാവപ്പെട്ടവൻ ജയരാജൻ പോയി കണ്ടത്. എന്തായിരുന്നു ചർച്ച? SNC ലാവ്ലിംഗ് കേസും മാസപ്പടി കേസും ഒതുക്കി കൊടുക്കണം. എന്നിട്ട് അയാളുടെ തലയിലായി ജാവദേക്കറെ കണ്ടതിന്റെ. അത് തള്ളി പറഞ്ഞാൽ ജയരാജൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോണെന്ന് ഒരു പിടിയുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് കണ്ടതിലൊരു കുഴപ്പമില്ല. ഞാനും എത്രയോ തവണ കണ്ടു. ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി, CPM നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, കേരളത്തിന്റെ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ എന്തിനു കണ്ടു? എന്തിനാണ് എത്രയോ പ്രാവശ്യം കണ്ടത്? ഇതാണ് കച്ചവടം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ വന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഇതാ തെളിവുകൾ. അതാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഭംഗി. UDF ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ, UDFന്റെ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവ്, അത് ശരിയാണ് എന്ന് വന്ന് അടിവരയിട്ടതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ LDF കൺവീനറും. അതല്ലേ നടന്നത്? അപ്പൊ ഇവർ തമ്മിലാണ് ബാന്ധവം. അവർക്ക് കോൺഗ്രസ് വിരോധമാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP ശ്രമിക്കുമ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇവർ ശ്രമിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധത. ഇത് തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ്. എന്നിട്ട് എല്ലാ തന്ത്രങ്ങളും ബൈറ്റ് ചെയ്യുകയാണ്. ഹീനമായ തന്ത്രമാണ്. BJPയുടെ കൂടെ കൂടുമ്പോഴാണ് ഇതുപോലുള്ള വൃത്തികെട്ടകൾ വരുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് BJPയുടെ കൂടെയായിരുന്നു ഇവർ, അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ 77 ജയിച്ചത് BJP പിന്തുണയോടുകൂടി, RSSന്റെ പിന്തുണയോട്. അന്ന് BJP ഇല്ല, RSSന്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്, ഇല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അത് ഞാൻ പറയാം. ഞങ്ങൾക്ക് പല സമയത്ത് പല നിലപാടുകളാണ്. RSSന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല. അതിനെന്താ പേര് വിളിക്കേണ്ടത്? അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. സൗകര്യമുള്ളപ്പോൾ RSSന്റെ വോട്ട് മേടിക്കുക, അല്ലാത്തപ്പോൾ തള്ളിക്കളയുക എന്നതാണ്. ഇത് ഞങ്ങൾ CPMനോട് പറയുന്നു. CPM നേതാക്കന്മാർ ഇത് ഗൗരവമായി കാണണം. ഇത് പഴയ കാലമല്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നത് CPM അല്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ വർഗീയ കക്ഷികൾ ഇവിടെ ഉണ്ട്, വർഗീയ പ്രചരണം നടത്തുന്നവർ ഇവിടെയുണ്ട്. അവർ കാത്തിരിക്കുകയാണ് അവസരങ്ങൾക്ക് വേണ്ടി. കേരളത്തിൽ അവർ കാത്തിരിക്കുന്നത് അവസരങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വർഗീയമായ വിഭജനം നമ്മുടെ നാട്ടിലുണ്ടായാൽ അതിന്റെ മുതലെടുപ്പ് നടത്താൻ പോകുന്നത് വർഗീയ കക്ഷികളാണ്. UDFിലൊരു കടുത്ത നിലപാടുണ്ട്. കടുത്ത നിലപാട്, വെള്ളം ചേർക്കാത്ത നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ഒരു തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി UDF കൂട്ടുചേരില്ല. ഒരാളുടെ വോട്ട് നമുക്ക് വേണ്ട. കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറയുന്നത് ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ജനാധിപത്യ കക്ഷികളുടെ വോട്ട്, ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് മതി നമുക്ക്, മതേതരവാദികളുടെ വോട്ട് മതി നമുക്ക്.
ഒരു ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അവരുടെ വോട്ട് UDF വേണ്ട എന്ന അഭിമാനത്തോടെ പറഞ്ഞ പ്രസ്ഥാനമാണ് UDF. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 50 കൊല്ലക്കാലം 5 പതിറ്റാണ്ട് കാലം ആരും എടുക്കാത്ത ധീരമായ നിലപാടാണ് UDF എടുത്തത് എന്ന് പറയാൻ എനിക്ക് ആഹ്ലാദമുണ്ട്. അതാണ് നമ്മുടെ നിലപാട്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. BJP ഭിന്നിപ്പിച്ച സംഘപരിവാർ ശക്തികൾ ഭിന്നിപ്പിച്ച ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തിയത്. നമ്മുടെ മുന്നേറ്റം അതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഷാഫി പറമ്പലിന്റെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ വിഭാഗം ജനങ്ങളും, ഞാൻ പറയുന്നു, എനിക്കിപ്പോ നിങ്ങൾ വടകരക്കാർക്ക് CPM-കാരെ കണ്ടാൽ പോലും ദേഷ്യപ്പെടാൻ പറ്റില്ല ഇപ്പോൾ. കാരണം ഏത് CPM-കാരെ നമുക്ക് വോട്ട് ചെയ്തെന്നും മനസ്സിലാവില്ല. നിങ്ങൾ എണ്ണുമ്പോൾ നോക്കിക്കോ. ഇനി ഒരു കാര്യം കൂടി, ആരോടും പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്നോട് ചോദിച്ചു പല സുഹൃത്തുക്കളും ഫോണിൽ വിളിച്ച്, എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് ചോദിച്ചു വടകരയിൽ. അപ്പം ഞാൻ കൊടുത്ത ലളിതമായൊരു മറുപടി ഉണ്ട്. അത് ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോഴാണ്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ കാണിക്കാൻ തുടങ്ങി ജനങ്ങൾ. അതാണ് മാറ്റം, അതാണ് വ്യത്യാസം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഒരു ദിവസം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി. തെരഞ്ഞെടുപ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ രഥോത്സവമായിരുന്നു. ഞാൻ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് നേരം അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. വടകരയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും വന്ന സ്ത്രീകളും മുതിർന്ന ആളുകളും അടക്കമുള്ള കുടുംബമാണ് ഇങ്ങനെ നിൽക്കുന്നത്. മിക്കവാറും പേർ ഫോട്ടോ എടുത്ത് പോകാൻ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങി. എൻ്റെ തോളെ തട്ടി പറഞ്ഞു ഒരു വാചകമുണ്ട്, ഇത് പറയാമെന്നറിയില്ല, സാറിൻ്റെ ചെക്കൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സാറിൻ്റെ ചെക്കൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഈ വടകരയിലും തലശ്ശേരിയിലും കൊയിലാണ്ടിയിലും ഒക്കെ ഉള്ള സാധാരണക്കാരായ സ്ത്രീകളാണ് എൻ്റെ തോളെ തട്ടി പറഞ്ഞത്. അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്, അത്ഭുതകരമായ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ജനങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിക്കുണ്ടായ സ്വീകാര്യതയും അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മാറിയത് എന്നും സത്യത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് ജനങ്ങളുടെ, ഞാനും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അത് ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഭൂരിപക്ഷത്തിൽ കാണാം. അതുകൊണ്ട് ഞാൻ CPM-നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ അതിന് ശ്രമിച്ചാൽ ഞങ്ങൾ അതിൻ്റെ 100 ഇരട്ടി ജനങ്ങളെ ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഉണ്ടാകും. എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഉണ്ടാകും. ഷാഫി പറമ്പിൽ ഈ മലബാറിലെ രാഷ്ട്രീയത്തിൽ ആ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പ്രതീകമായി മാറും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. ഞാൻ UDF-ന്റെയും RMPയുടെയും നേതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാൻ ഈ യോഗം, മഴ ചാറുന്നുണ്ട്. പക്ഷേ ഈ മഴ ചാറുന്നത് നല്ലതാണ്. അത്രമാത്രം വലിയ ചൂടാണ്. ഈ ചൂടിലേക്ക് മീനച്ചൂടിൽ വല്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് ഈ പുതുമഴയായി തുള്ളിയായി പെയ്തിറങ്ങുന്നത് പോലെ ഇവന്റെയൊക്കെ ഇരുട്ട് നിറഞ്ഞ മനസ്സിലേക്ക് വെളിച്ചമായി കയറട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ വലിയ പോരാട്ടത്തിൽ ഷാഫി പറമ്പിലിനേക്കാൾ മുന്നിൽ നിന്ന് നയിച്ച മുഴുവൻ നേതാക്കന്മാരെയും എൻ്റെ മുഴുവൻ സഹപ്രവർത്തകന്മാരെയും, നിങ്ങളായിരുന്നു പോരാളികൾ. ഈ പോരാട്ടം, UDF-ന്റെ അഭിമാനകരമായ ഈ പോരാട്ടം ഉജ്ജ്വലമാക്കി മാറ്റിയതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.